തമിഴ്നാട്ടിൽ നിന്ന് 2 ദിവസം മുൻപ് വന്നൊരു ദുരന്ത വാർത്ത. അത് നമ്മൾ മലയാളികളെ മാത്രമല്ല രാജ്യത്തെ ഒന്നാകെ വല്ലാതെ അസ്വസ്ഥമാക്കിയ, നൊമ്പരപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു. അത് തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും സംഭവിച്ച ഒരു വലിയ ദുരന്ത വാർത്തയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മരണസംഖ്യ കൂടുകയാണ്. കഴിഞ്ഞ ദിവസം 39 മരണങ്ങളാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇന്നത് 41 ആയിരിക്കുകയാണ്. ഇത്തരത്തിൽ മരണസംഖ്യ കൂടുന്നത് വീണ്ടും വല്ലാതെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ചികിത്സയിലായിരുന്ന 65 വയസ്സുകാരി സുഗുണയാണ് ദുരന്തത്തിൽ ഏറ്റവും ഒടുവിൽ മരണപ്പെട്ടത്. അതിനിടെ ദുരന്തഭൂമിയായ കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടിയെങ്കിലും പോലീസ് ആ അനുമതി നിഷേധിച്ചു. നമുക്കറിയാം, ഇപ്പോൾ വലിയൊരു വിഭാഗം വിജയ്ക്കെതിരെ തിരിയുന്ന സാഹചര്യം തമിഴ്നാട്ടിലെമ്പാടുമുണ്ട്. സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കും അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ട മക്കൾക്കും അങ്ങനെ സ്വാഭാവികമായും വിജയെ മനസ്സുകൊണ്ട് ശപിക്കുന്ന, താരത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം അവിടെയുണ്ട്. അതിനിടയിലേക്ക് വിജയ് ചെന്നിറങ്ങിയാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അക്രമങ്ങൾ പോലും താരത്തിന് നേരിടേണ്ടി വന്നേക്കാം. 12 മണിക്ക് തുടങ്ങേണ്ട പരിപാടിയിലേക്ക് വിജയ് എത്തിയത് വൈകുന്നേരം 7 മണിയോടെയാണ്. അതായത് 7 മണിക്കൂറിന് മുകളിൽ ഈ പരിപാടിയിലേക്ക് എത്താൻ വിജയ്ക്ക് കാലതാമസമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും മണിക്കൂറിനിടയിൽ അവരുടെ പ്രിയപ്പെട്ട നടനെ, അല്ലെങ്കിൽ വെറും ഒരു നടൻ മാത്രമല്ല, സൂപ്പർ സ്റ്റാർ പരിവേഷമുള്ള കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു മനുഷ്യനാണ്. അത്തരത്തിൽപ്പെട്ട വിജയെ കാണാൻ അണമുറിയാതെ ജനങ്ങൾ അവിടേക്ക് എത്തുന്നു. ആ കാലതാമസം പോലും ഇത്രയും ജനത്തിരക്കുണ്ടാക്കാനായിരുന്നോ, അല്ലെങ്കിൽ അത്രയും ജനങ്ങളെ TVKയുടെ റാലിയിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണോ എന്ന് പോലും ചോദിക്കുന്ന ജനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നുവെന്ന് ആ സമയത്ത് തന്നെ വിജയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. റാലിയിലെ തിരക്കിനിടയിൽ ഒരു ചെറിയ പെൺകുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം വിജയ് തന്നെ ജനങ്ങളെ അറിയിച്ചതാണ്. അതിനിടയിൽ ആംബുലൻസുകൾ കടന്നു പോകുന്നത് വിജയ് കണ്ടതാണ്. ആളുകൾ കുഴഞ്ഞു വീഴുമ്പോൾ വിജയ് താൻ പ്രസംഗിക്കുന്ന വാഹനത്തിന് മുകളിൽ നിന്ന് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്ന വീഡിയോ, ആ കാഴ്ച പുറത്തു വന്നു. ഇങ്ങനെ വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ശരിക്കും വലിയ തിരക്കുണ്ടായതും ആളുകൾ ആ തിരക്കിൽപ്പെട്ട് മറിഞ്ഞു വീഴാനും അവരെ ചവിട്ടി മറ്റാളുകൾ നടക്കാൻ തുടങ്ങിയതുമെല്ലാം. കൂടാതെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന, അനവസരത്തിലുള്ള, മാസെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഒരു ഡയലോഗ് പറയാൻ വിജയ് ശ്രമിച്ചു. അതായത് ആംബുലൻസുകൾ കടന്നു പോകുമ്പോൾ എന്നപ്പോ ആംബുലൻസിൽ നമ്മ കുടിയിറുക്ക് കൊഞ്ചം വഴിവിടുക എന്നൊക്കെ വിജയ് പറഞ്ഞതുമെല്ലാം നമ്മൾ ഇതിനകം നിരവധി തവണ മീഡിയകളിൽ കണ്ടതാണ്. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ വിജയ് പ്രസംഗം അവസാനിപ്പിച്ച് വിമാനത്തിൽ തൻ്റെ ചെന്നൈയിലെ വസതിയിലേക്ക് പോകുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും അത് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ്. അതൊരു നേതാവിന് ഒരിക്കലും ചേരാത്തൊരു പ്രവൃത്തിയായിപ്പോയി. പിന്നെയും സംഭവത്തിൽ തൻ്റെ ദുഃഖം രേഖപ്പെടുത്താൻ വീണ്ടും 4-5 മണിക്കൂറുകൾ കഴിയുന്നു. അങ്ങനെ വളരെ അപക്വമായി ഒരു നേതാവിന് ഒരിക്കലും ചേരാത്ത വിധമുള്ള പ്രവൃത്തികളാണ് വിജയ് പിന്നീട് ചെയ്തത്. മാത്രമല്ല, ഇതിനു മുൻപും ഈ വേദിയിലേക്ക് കയറാൻ നോക്കുന്ന, അതായത് വിജയ് കൂടുന്ന ഈ ഒരു വാഹനത്തിന് മുകളിലാണ് സാധാരണ വിജയ് പ്രസംഗിക്കാറ്. അവിടെയൊക്കെ വലിയ രീതിയിലേക്ക് ആളുകൾ എത്തുന്നു. അത്തരത്തിൽ വിജയെ കാണാനും വിജയെ തൊടാൻ പോലും ഇങ്ങനെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന നിരവധി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്കിടയിലാണ് വിജയ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വലിയൊരു ആരാധനയുള്ള മനുഷ്യർ വിജയെ തൊടാനും അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിലേക്ക് കയറാനും ഒക്കെ നോക്കുന്നതും സ്വാഭാവികമായ കാര്യമാണ്. അത്തരത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു ആരാധകരെ, വിജയ്ക്ക് അടുത്തേക്ക് വരുന്ന അണികളെയൊക്കെ ബൗൺസർമാർ എടുത്തെറിയുന്നൊരു കാഴ്ച, ഒരു മനുഷ്യനാണ് എന്ന് പോലും നോക്കാതെ ബൗൺസർമാർ ഇവരെയൊക്കെ എടുത്തെറിയുന്നൊരു കാഴ്ച, വാഹനത്തിന് മുകളിൽ നിന്ന് തള്ളിയിടുന്നൊരു കാഴ്ച, അതൊക്കെ അതിൻ്റെ വീഡിയോകളും അടക്കം ഈ ഒരു ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഏതാണ്ട് 10,000-ന് അടുപ്പിച്ച് ജനങ്ങളെ പ്രതീക്ഷിക്കുന്നുവെന്ന് TVKയുടെ ബന്ധപ്പെട്ട അധികാരികൾ പോലീസിനോട് പറഞ്ഞ സ്ഥലത്താണ് 1 ലക്ഷത്തോളം ആളുകൾ എത്തിച്ചേർന്നത്. മാത്രമല്ല, ഇതിനകം നടത്തിയ നിരവധി റാലികളിലും സമ്മേളനങ്ങളും ഒക്കെ ഇത്തരം പൊതുപരിപാടികളിൽ ജനനേതാക്കൾ പാലിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി പല ആവർത്തി പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനത്തുള്ള പ്രോട്ടോകോൾസ് ഒന്നും വിജയോ വിജയുടെ പാർട്ടിയോ അത് അനുസരിച്ചിട്ടില്ല, അത് കാണിച്ചിട്ടില്ല. ഇതിനു മുൻപും TVKയുമായി ബന്ധപ്പെട്ടും പൊതുമുതൽ നശിപ്പിച്ചതിനും മറ്റ് പല കേസുകളുമൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും ഒരേ സമയത്ത് പുരോഗമിക്കുകയാണ്. തമിഴക വെട്രിക്കഴകത്തിന്റെ ജനറൽ സെക്രട്ടറി N ആനന്ദിനും കരൂർ ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൽക്കാലം ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മറുവശത്ത് വിജയെ അറസ്റ്റ് ചെയ്യുന്നതിനും അത് വിജയെ പ്രതിയാക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ പരിഗണനയിൽ ഉണ്ടെങ്കിലും എടുത്തു ചാടിയ ഒരു തീരുമാനം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ചെയ്താൽ വിജയുടെ വലിയൊരു വിഭാഗം ആരാധകർ തിരിയാനും അതൊരു പക്ഷേ വിജയ്ക്ക് തന്നെ അനുകൂലമായി ഇപ്പോഴുള്ള ഒരു വില്ലൻ പരിവേഷം മാറ്റാനുള്ള ഒരു സാധ്യതയുമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വലിയൊരു കലാപത്തിലേക്ക് പോലും കാര്യങ്ങൾ കടന്നേക്കാം. അത്തരത്തിൽ അന്ധമായി താരങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും ജനങ്ങൾ തയ്യാറായിട്ടുള്ള ഒരു നാട് കൂടിയാണ് തമിഴ്നാട്.
ഒരു താരാരാധനയ്ക്ക് അപ്പുറം ഒരു ദൈവത്തെ പോലെ അവരെ പൂജിക്കുന്ന ഒരു വീരാരാധന പലർക്കുമുണ്ട്. എന്തായാലും കോടതി തീരുമാനങ്ങൾ അനുസരിച്ചാകും അന്തിമ നിലപാടുകൾ എടുക്കുക. വിജയ് ചെന്നൈയിലെ വീട്ടിൽ തുടരുകയാണ്. ആസൂത്രിത അട്ടിമറിയാണ് നടന്നതെന്ന് വിജയും അതുപോലെ മറുവശത്ത് അശ്രദ്ധ മൂലമുള്ള മനുഷ്യനിർമ്മിതമായ ദുരന്തമെന്ന് മറുപക്ഷവും ആരോപിക്കുന്നു. മറുവശത്ത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തെ തള്ളി CBI അന്വേഷണം ആവശ്യപ്പെട്ട് വിജയും പാർട്ടിയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കരൂരിൽ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ വിജയുടെ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർ മരിച്ച സംഭവത്തിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്രിക്കഴകത്തിന്റെ നിയമവിഭാഗം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ശനിയാഴ്ച രാത്രിയോടെ ഉണ്ടായ ദുരന്തത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 40 പേർ മരിക്കുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ഈ ആവശ്യമെന്ന് പരിഗണിക്കാനും സാധ്യതയുണ്ട്. കേസ് ഇന്നുച്ചയ്ക്ക് 2:15 വാദം കേൾക്കുന്നതിനായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിലുള്ളതോ CBIയുടെ നേതൃത്വത്തിലുള്ളതോ ആയ അന്വേഷണത്തിന് മാത്രമേ നിഷ്പക്ഷത ഉറപ്പാക്കാൻ കഴിയൂ എന്നാണ് നിലവിൽ TVK നേതാക്കളുടെ വാദം. മധുര ബെഞ്ചിൽ ഇന്ന് നടക്കുന്ന വാദം ആ വാദം കേൾക്കലിന് ശേഷമാകും മുന്നോട്ടുള്ള നടപടികളെക്കുറിച്ച് തീരുമാനിക്കുക. കോടതി തീരുമാനം വരും വരെ ജില്ലാ പര്യടനങ്ങൾ നിർത്തിവെക്കാനും തീരുമാനമായിട്ടുണ്ട്. അതിനിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ നൽകുമെന്നും പ്രഖ്യാപനം വന്നു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചു. തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം യഥാക്രമം 10 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയും വീതം പ്രഖ്യാപിച്ചതിന് പുറമെയായിരുന്നു ഈ പ്രഖ്യാപനങ്ങൾ വന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി മൊത്തം 1 കോടി രൂപ നൽകുമെന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം BJPയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ പാർട്ടികളെല്ലാം തന്നെ ഒത്തൊരുമിച്ച് ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ എത്ര കോടികൾ കൊണ്ട് മൂടിയാലും അവരുടെ നഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ജീവൻ അതൊന്നും പകരമാകില്ല. അത് നമുക്കും സത്യസന്ധമായിട്ടും അറിയാവുന്ന കാര്യമാണ്. അതിനിടയിൽ വിജയുടെ വസതിക്ക് ബോംബ് ഭീഷണി ഉണ്ടായെന്ന വാർത്തകളും പുറത്തു വരുന്നു. ചെന്നൈയിലെ നീലാങ്കരയിലുള്ള വസതിക്കാണ് ബോംബ് ഭീഷണി ഉള്ളത്. ഇതിനിടെ വീടിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കരൂരിലെ റാലിയിലെ ദുരന്തത്തിന് പിന്നാലെ അന്ന് രാത്രി തന്നെ വിജയ് വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇതേ തുടർന്ന് വീടിന് സുരക്ഷ ഏർപ്പെടുത്തി. ഇന്നലെയാണ് ഈ ഒരു ബോംബ് ഭീഷണി പക്ഷേ ഉണ്ടായത്. അത് ലഭിച്ചത് ചെന്നൈ സിറ്റി പോലീസിനെയും CRPF ഉദ്യോഗസ്ഥരെയും വീടിന് ചുറ്റും വിന്യസിച്ചിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് സ്നിഫർ നായ്ക്കളെ എത്തിച്ച് പരിശോധന നടത്തി. കൂടാതെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് 15-ലധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് നിലവിലുള്ള താരത്തിന്റെ വീടിനുള്ള സുരക്ഷാ വലയം വീണ്ടും ശക്തിപ്പെടുത്തി. ഭീഷണി സന്ദേശത്തെക്കുറിച്ച് അന്വേഷണവും നടന്നു വരികയാണ്. എന്തു തന്നെയായാലും സംഘാടനത്തിലെ ഗുരുതരമായ പിഴവാണ് ഇത്തരമൊരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അത് പറയാതെ നിർവാഹമില്ല. ദുരന്തമുണ്ടായതിന് പിന്നാലെ സ്ഥലത്ത് നിന്ന് മടങ്ങിയ വിജയ് ചാർട്ടേഡ് വിമാനത്തിൽ അർദ്ധരാത്രി തന്നെ ചെന്നൈയിലേക്ക് മടങ്ങിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പിന്നീടാണ് മണിക്കൂറുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ Xലൂടെ അനുശോചന സന്ദേശവും വരുന്നത്. വിജയുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ, പോസ്റ്ററുകൾ, സോഷ്യൽ മീഡിയയിൽ അറസ്റ്റ് വിജയ് തുടങ്ങിയ ഹാഷ്ടാഗുകളൊക്കെ നിറയുന്ന ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വിജയ് രാഷ്ട്രീയം വിടണമെന്ന ചർച്ചകൾ പോലും സജീവമാണ്. സത്യത്തിൽ വിജയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. കാരണം DMKയും സ്റ്റാലിനെയും ഒക്കെ BJPയും ഒക്കെ വളരെ കടുത്ത ഭാഷയിൽ ആക്രമിച്ച ഒരു ശൈലി, ഒരു സിനിമാ സ്റ്റൈലും ഒക്കെ ആയിരുന്നു വിജയുടെ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിനിടയിൽ വലിയൊരു ദുരന്തം കൂടി വിജയ് വരുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും വിജയ്ക്ക് ഉടനെ ഒന്നും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യം ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമാണ്. ഇനി എന്താണ് വിജയ് മനസ്സിൽ കണക്ക് കൂട്ടുന്നത്? എത്തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക? എതിർപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് വിജയ് കരൂരിലേക്ക് എത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. സത്യത്തിൽ സിനിമയിൽ വലിയ മാസ് കാണിച്ച് നടന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പോലും അതേ മാസോടുകൂടി പ്രസംഗിച്ച എതിർകക്ഷി നേതാക്കളെ പരിഹസിച്ച് അണികൾക്കിടയിലും ആരാധകർക്കിടയിലും ഒക്കെ നായകനെ തുടർന്ന വിജയ്ക്ക് ഇന്നൊരു വില്ലൻ പരിവേഷമാണ്. ആ ഇമേജ് മാറ്റാൻ ഇനി എന്ത് പൊടുക്കെ വിജയ് പ്രയോഗിക്കുമെന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി, ഈ അവസരത്തിൽ ഒരു പക്ഷേ അത് പറയുന്നത് ഒരു അനവസരത്തിലായി പോകുമോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു ദുരന്തത്തിന് 90% കാരണക്കാരൻ വിജയും വിജയുടെ പാർട്ടി TVKയുമാണെന്ന് തന്നെ ഇരിക്കുകയും ഇത്തരം ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന റാലികളിലേക്ക് വീണ്ടും വീണ്ടും എത്തുന്ന, തൻ്റെ ജീവന്റെ സുരക്ഷ പോലും ചിന്തിക്കാതെ അവിടെ എത്തുന്ന ജനങ്ങൾക്കും ഇതിൽ വലിയൊരു പങ്കുണ്ടെന്ന് പറയാതിരിക്കുക സാധ്യമല്ല. കാരണം തങ്ങളുടെ ജീവനും ജീവിതത്തിനും ഒക്കെ അപ്പുറം താരങ്ങളെ ആരാധിക്കുന്ന, അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും തയ്യാറാകുന്ന അത്തരമൊരു ആരാധന ഇനി ഉണ്ടാകണോ എന്നുള്ള ചോദ്യം പോലും തമിഴ്നാട്ടിൽ പോലും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.